ഹായ് നമസ്കാരം. ഇന്ന് ചെയ്യുന്നത് മുളകിട്ട് വരട്ടിയ ചിക്കനാണ്. അതിനായിട്ട് ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് അരമുറി നാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട്. ഈ നാരങ്ങ നീര് ചേർത്തിട്ട് ഇതൊന്ന് 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരച്ചെടുക്കണം. ഇതിലേക്ക് ഗരം മസാല ചേർക്കുന്നില്ല. ഇനി ഈ മുളകിട്ട് വരട്ടിയ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായതും അരച്ചു വെച്ചിരിക്കുന്ന ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഉണ്ടല്ലോ അത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പെട്ടെന്ന് ഇത് വഴറ്റി കിട്ടാനായിട്ട് ഇതിലേക്ക് ഉപ്പ് കൂടെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം പൊടികൾ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാൻ. വറ്റൽമുളക് ചതച്ചത് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് മുളക് പൊടിയല്ല, വറ്റൽമുളക് ചതച്ചതാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എരിവ് ചേർക്കുന്ന സമയത്ത് നമ്മളുടെ എരിവനുസരിച്ച് ചേർക്കാം. കുരുമുളക് പൊടിയും എരിവുണ്ട്, ചതച്ച മുളകും, പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളക് നടുവായിട്ട് കയറിയത് ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഗരം മസാല ചേർക്കുന്നില്ല. എന്നിട്ട് ഇതിൽ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ചിക്കൻ അതിലേക്ക് ചേർത്തിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ചിക്കൻ 10 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഞാനിവിടെ ചെറിയുള്ളി അരച്ച ആ ജാറിലേക്ക് ഒഴിച്ചിട്ടുള്ള ആ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ചിക്കൻ നന്നായിട്ട് വെന്ത് ഇതിൽ വെള്ളം മുഴുവൻ വറ്റി ഡ്രൈ ആക്കി എടുക്കണം. ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മൾക്ക് എരിവ് ഇത്ര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് എരിവ് കുറയ്ക്കും. ഇതിലേക്ക് ഗരം മസാല ഒട്ടും ചേർക്കുന്നില്ല. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി നമ്മളുടെ ചിക്കൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ആ ചെറിയുള്ളിയുടെയും വറ്റൽമുളക് ചതച്ചതിൻ്റെയാണ്. ഇപ്പോൾ ചിക്കനിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ മുളകിട്ട് വരട്ടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.